ജോ മോനെ, എന്താ പാടോ? എനിക്ക് വിശക്കണു. നമുക്ക് കഴിക്കാൻ പോവാം. എനിക്ക് ബിരിയാണി കഴിക്കണമെന്നൊരു ആഗ്രഹം തോന്നുക. നമുക്ക് ബിരിയാണി ഇവിടെ ഉണ്ടാക്കിയാലോ? എന്ത് പറയുന്നു? അപ്പൊ എന്നാ പോയി പെട്ടെന്ന് റെഡിയാവും. നമുക്ക് ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം മേടിച്ചിട്ട് വരാം. നമുക്ക് ഇന്ന് ബിരിയാണി ഇവിടെ വെച്ച് നമ്മൾ കഴിക്കും. ഓക്കേ. അപ്പോ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് ബിരിയാണി വയ്ക്കാൻ പോവാണ്. ഇതാണ് ഇന്നത്തെ പരിപാടി. ബസുമതി റൈസിലാണ് നമ്മളിപ്പോൾ ഇന്ന് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് എല്ലാ സാധനങ്ങളും മേടിച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് നേരെ പോയി കുക്ക് ചെയ്യാനുള്ള പരിപാടിയാണ്. വാ നോക്കുമ്പോൾ അപ്പോൾ മാളു, നമ്മൾ ആദ്യം എന്താ ചെയ്യാൻ പോകുന്നത്? അരി കഴുകാൻ പോവാ. നമുക്ക് ഇതിൽ ഒരു ഗ്ലാസ് അളന്നല്ലേ? ഈ അരിയിൽ തന്നെ ഒരു ബിരിയാണി ഇടം വേണമുണ്ട് ഗൈസ്. കഴുകി കഴിഞ്ഞ ശേഷം നമുക്കൊരു 30 മിനിറ്റ്സ് കുതിർക്കാൻ ഇടണത്. അപ്പം ആ സമയം കൊണ്ട് നമുക്ക് വേറെ വല്ല പണിയും ചെയ്യാം. നമ്മൾ അരി കുതിർക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തിനി ചിക്കൻ എന്ത് ചെയ്യും മോനെ? ചിക്കൻ നമ്മൾ ആദ്യം കുറച്ച് മസാലയൊക്കെ ചേർത്ത് പിടിക്കാൻ വെച്ചു. കുറച്ച് പൊരിക്കാനും എടുക്കാം. പൊരിക്കാല്ലേ? ഇവിടെ ആയതുകൊണ്ട് പൊരിക്കുന്ന സമയത്ത് ജോമോന്റെ കൂടെ തന്നെ ഞാൻ നിൽക്കും. കാരണം പൊരിക്കണതനുസരിച്ച് ജോമോ ഒരു വശത്തോടെ കഴിച്ചുകൊണ്ടിരിക്കും. അത് മനസ്സിലാക്കി ഞാൻ ഇപ്പൊ കൂടെ തന്നെ സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുന്നത്. അവകാശമാണ്. കഴിക്കുമ്പോ വെറും ടേസ്റ്റ് അല്ല, പാത്രമേ കാലിയായിരിക്കും. മസാലാസ് ഒക്കെ ആഡ് ചെയ്ത് കുറച്ചു നേരം ഇത് സെറ്റ് ആവാൻ വേണ്ടി ഫ്രിഡ്ജിൻ്റെ അകത്ത് വെക്കാം. ഓ നോ, കറണ്ടില്ല. ഓ നോ എന്നൊക്കെ പറയുമ്പോ ഞാൻ ഇങ്ങനെ പറയണേ. ആദ്യം നമുക്ക് കുറച്ച് ഗരം മസാല ഇടാം. ഒരു ഇത്ര ഇടാം. മഞ്ഞപ്പൊടി നമ്മളെപ്പോഴും കുറച്ചേ ഇടാവും, വളരെ കുറച്ച്, ഇത്രയൊക്കെ ഇടാവും. മഞ്ഞപ്പൊടി ഇടുമോളി പട്ടുണ്ടോ? ഇനി നമുക്ക് കുറച്ച് ഉപ്പിടാം. ഉപ്പും ആവശ്യത്തിന്. മുളക് പൊടി നമ്മൾ ഇടുന്നില്ല. മുളക് പൊടി മാളുവിന് ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മൾ ഇടുന്നില്ല. അല്ല ഗൈസ്, ജോമോനും ഇഷ്ടമില്ലാത്ത മുളക് പൊടി. ഇനി നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇടാം. മല്ലിപ്പൊടി ആവശ്യത്തിന്. ഇങ്ങനെ ഇങ്ങനെ പിന്നെ കുറച്ച് നാരങ്ങ സ്ലൈസ് ചെയ്തിട്ട് ഇങ്ങനെ. എൻ്റെ പല്ലൊക്കെ പൊളിച്ച് വരിക ഗൈസ്, നാരങ്ങ ഇങ്ങനെ ഒഴിച്ച് കണ്ടപ്പോൾ. എന്നിട്ട് നമ്മളിതിനെ ഇങ്ങനെ ഗുളു 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 എന്ന് പറഞ്ഞിട്ടുണ്ട്. മുളക് പൊടി സ്കിപ്പ് ചെയ്ത് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഈ റെസിപ്പി ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുളക് പൊടി കൂടെ ആഡ് ചെയ്യാം. ഏകദേശം ഇങ്ങനെ മസാലാസൊക്കെ ഇതിൽ പറ്റി വരും. എന്നിട്ട് നമ്മൾ ഇതിന് എന്ത് ചെയ്യണം? നേരെ ഫ്രിഡ്ജിൻ്റെ അകത്ത് കൊണ്ട് വെച്ചിട്ട് ഒന്ന് സെറ്റാക്കണം. അതവിടെ കുറച്ച് നേരം ഇരുന്ന് സെറ്റ് ആവണം. അപ്പം നമുക്കിനി അടുത്ത് സവാളയൊക്കെ കട്ട് ചെയ്യാം. എവിടെയാ ജോമോനത്തെ ഇരിക്കുന്നേ? അപ്പൊ നമുക്കിനി ഇതേ അടുത്ത പരിപാടി ചെയ്യാം. കൊള്ളാം കേട്ടോ, നല്ല സീറ്റ്. നമുക്കിനി ഇത് ഈ സവാള അരിയണം. അതെങ്ങനെ ഈ സവാള ഗിരിക്കുന്നത്? ജോമോ എന്തിനാ കരയുന്നേ? എനിക്കൊന്നും കണ്ടുകൂടെ പാടും. കരഞ്ഞ് കരഞ്ഞത് ഉള്ളി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതും കൂടെ ചെയ്യാനുണ്ട്. ഈ ഇഞ്ചി വെളുത്തുള്ളി ഇതുണ്ടല്ലോ, ഇത് ഇടിച്ചറിയാം. അപ്പോൾ നമുക്കിത് 2 ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് രണ്ടും ചൂടാക്കാം. ഓക്കെ, അപ്പോൾ ഇത് കത്തിച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം രണ്ടിലും. അപ്പം നമുക്ക് ഇതൊന്ന് ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് സവാള ഇടാം. ഈ ഉപ്പിട്ട് കഴിഞ്ഞാൽ കുറച്ച് പെട്ടെന്ന് വെന്ത് വരും. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അപ്പം നമുക്ക് ഈ സമയത്തെ അപ്പുറത്തേൽ അരി വേവാൻ വയ്ക്കാം, ഇല്ലെങ്കിൽ അത് പണിയും. അപ്പോൾ നമുക്ക് തൽക്കാലം ഇതിവിടെ കുറച്ചാകുമ്പോൾ നമുക്ക് അരിയും കൂടെ എടുത്ത് വയ്ക്കാം. നടുക്ക് വയ്ക്കാം. 3 ബർണറുകളുണ്ട്, നടുക്ക് വയ്ക്കാം. അവിടെ ഒന്ന് കത്തിക്കും. അപ്പോൾ അതേ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. നമുക്കിനി ആദ്യം ഈ ഒരു ഇല ഇടാം. ഇതിൻ്റെ മെയിൻ സംഭവം. ഒരു ഇല ഇടാം. ഇതിൻ്റെ പട്ട എന്നാണ് പറയുന്നത്. ഇതൊരു ഇത്ര ഇടാം. ഏലക്ക. നമ്മൾ നേരത്തെ ഈ കുതിർക്കാൻ വെച്ചില്ലേ, ഈ അരി നമുക്കിനി ഇതിലിടാം.
ഇതൊന്ന് പൊരിച്ചെടുക്കണം. അപ്പം ആ സമയം കൊണ്ട് മാവ് വയറ്റിയിടണം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ കുക്ക് ചെയ്യുന്നത്. ഞാൻ ഈ കോളേജിൽ പഠിക്കുമ്പോഴേ ഹോസ്റ്റലിലൊക്കെ ആയിരുന്നു. ഹോസ്റ്റലിലെ പുറത്ത് റൂമിലായിരുന്നു. അപ്പോൾ അവിടെ അങ്ങനെ കുക്ക് ചെയ്ത് നല്ല എക്സ്പെർട്ടൈസ് ആണ്. ചിക്കനൊക്കെ വയ്ക്കുമായിരുന്നു. അപ്പം ഞങ്ങളുടെ അടുത്തടുത്ത റൂമിലൊക്കെ ചിക്കൻ വയ്ക്കാൻ എന്നെ വിളിക്കുമായിരുന്നു. ഞാൻ പോയി വെച്ചിട്ടേ വയ്ക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ കട്ട് കഴിക്കും. അപ്പോൾ ഇതൊക്കെ എൻ്റെ 2-3 കൂട്ടുകാരെ പറഞ്ഞു ഈ വ്യവന്മാർ വരും. വ്യവന്മാർക്ക് കൊടുത്തിട്ട് നമ്മളിങ്ങനെ കട്ട് കഴിക്കും. അതൊരു ടേസ്റ്റ് അല്ലേ? അതേപോലെ മാവുകളെ കാണാൻ നമുക്ക് കട്ട് കഴിക്കാം. ഒന്നുമില്ല. അയ്യേ, നേരത്തെ വഴറ്റിയ ഉള്ളി ഫ്രൈ ആയിട്ടുണ്ട്. അതിനെ നമ്മൾ തിരിച്ച് കോരുക കേട്ടോ. ഇത് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കാൻ പോകണ്ടല്ലോ, ഇത് ക്രിസ്പി ആയി വരും. ഇത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്യത്തില്ലേ ഓണിയൻ, അപ്പോൾ ആ എണ്ണ നമുക്ക് ഇതിലോട്ട് കുറച്ച് ഒഴിച്ചിട്ട് ഇതിലോട്ട് നമുക്കിനി ഈ ഇല ഒന്നിടാം, ഈ സ്റ്റാർ ഒന്നിടാം, കറുവാപ്പട്ടയുടെ 2-3 ഇടാം, ഇത് 2 ഇടാം. ഇതൊന്നും പേരറിയത്തില്ല, അതാണ് ഇത് ഇങ്ങനെ ഇരിക്കുന്നത്. ഗ്രാമ്പു. ഗ്രാമ്പ് എന്നോട് ചോദിക്കണ്ടേ ഗ്രാമ്പുവിനെ? കുക്കി അറിഞ്ഞിട്ടുണ്ടെങ്കിലും വേണമെന്ന് ഇതെല്ലാം അറിയാമല്ലേ. ഇത് ഈ 2 ഏലക്കയും കൂടി ഇട്ടു നമുക്ക് ഇങ്ങനെ ഒന്ന് റോസ്റ്റ് ആക്കാം. ഇതിലോട്ട് നമുക്ക് നമ്മൾ നേരത്തെ വയറ്റി വെച്ചിട്ടില്ലേ, ഇത് ഇട്ട് കൊടുക്കാം. ഉള്ളി നമുക്കിതിനെ വയറ്റാം. ഇതിലോട്ട് നമുക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഇതിലോട്ട് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇതിൽ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മണം മാറും വരെ നമുക്ക് ഇത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ എടുക്കണം. ലെഗ് പീസ് എനിക്കാണ് 2 ലെഗ് പീസും എനിക്ക്. ഇത് 2 എനിക്കാണ്. മാണു ഇത് ഞാൻ വിട്ടു തരില്ല. നിങ്ങൾ ഗ്രില്ല് ചെയ്തപ്പോൾ കണ്ടായിരുന്നു ഈ ലെഗ് പീസ്, അന്നേ ഞാൻ നോട്ടം ഇട്ട് വെച്ചതാണ്. ഇത് 2 എനിക്ക്. ഒരു കോഴിക്ക് 2 കാലുള്ളൂ, അതിൽ ഒരു കാലം എനിക്ക് തന്നൂടെ? ഇല്ല, ഇത് 2 ഞാൻ. നമുക്കിനി കുറച്ച് നേരം ഇതിങ്ങനെ ഇളക്കി കൊടുക്കാം. വെള്ളമൊന്നും ഒഴിക്കണ്ട, ഒഴിക്കാൻ തന്നെ ഇതിനൊന്നും ഇല്ലാത്തൊരു സെറ്റാകാൻ വേണ്ടി. അപ്പോൾ ഓൾമോസ്റ്റ് ഇത് ഇങ്ങനെ ആയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കിനി കുറച്ച് വെള്ളം ഒഴിക്കും. അപ്പോൾ നമുക്കിനി ഇത് അടച്ചു വയ്ക്കാം. നല്ല മണം ഒഴിക്കുന്നുണ്ട്. ഇനി എന്തായി അവസ്ഥയെന്ന് നോക്കാം. ചിക്കനൊക്കെ കുലു കുലു കഴിച്ച മാത്രം പക്ക. ഇനി അടുത്ത് ചിക്കൻ ഫ്രൈ ചെയ്യാം. അപ്പോൾ അതേ ചിക്കൻ ഫ്രൈ ഒക്കെ ഓൾമോസ്റ്റ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയം ഇതിൽ നമുക്കിത് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം കുറച്ച് നെയ്യ് ഇടുക. ഇനി ഇതിനെ ഇതിലോട്ടിടാം. അടുത്ത് ഇത് ദമ്മ് വയ്ക്കാം. ആദ്യം നമുക്ക് ചിക്കൻ എടുത്തിട്ട് ഇങ്ങനത്തെ ഒരു പാത്രത്തിൻ്റെ അകത്ത് ചിക്കൻ എടുത്ത് ഇങ്ങനെ വയ്ക്കുക. അപ്പോൾ കുറച്ച് ഗ്രേവി ഷേപ്പ് ആയിരിക്കും, എങ്കിലേ നമുക്കത് സെറ്റാക്കാൻ പറ്റും. എന്നിട്ട് നമ്മുടെ ഈ റൈസ് ഇല്ലേ, റൈസ് എടുത്തിട്ട് ഇതിൻ്റെ മേളിലോട്ട് ഇങ്ങനെ ഇടുക. ഒരിക്കലും ചപ്പിച്ച് വയ്ക്കരുത്, ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുക. ഇനി നമുക്കിതിലെ ബിരിയാണിയുടെ കളർ ഇടാനായിട്ട് നമ്മളിത് ഒരു പൊടിക്കൈ എടുത്തിട്ടുണ്ട്. ഇത് പാലിൽ മഞ്ഞ മിക്സ് ചെയ്തതാണ്. ഇതിൽ കൂടെ ചലിച്ചു കൊടുത്തില്ല, ഇതിൽ യെല്ലോയിഷ് കളറാണ്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ കുറച്ച് ഒഴിക്കാം. നമുക്ക് നെക്സ്റ്റ് ഇതിൽ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്യാണ് വേണ്ടത്. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് വേണം. അതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒഴിക്കണം. അടുത്ത ഇതിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടില്ലേ, ഇതില്ലേ കിസ്മിസ്, ഇതിനെ എടുത്തിട്ട് നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കും. ഇത് നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ ഇടും. എന്തിനാ നീ അടിച്ചു മാറ്റുന്നത്? എന്ന് പറയുന്നത് അടുത്തത് ഇതും കൂടെ നമ്മൾ നേരത്തെ ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ചില്ലേ, ഇതിനെ നമുക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്യാം. എന്നിട്ട് ഇത് ഒരു 1 മണിക്കൂർ അല്ലാതെ ഇതിരുന്ന് വെന്ത് വരുമ്പോണ്ടല്ലോ, ദമ്മൊക്കെ വന്ന് വരുമ്പോണ്ടല്ലോ, ആ മണമുണ്ടല്ലോ ബിരിയാണിയുടെ. ഇപ്പോഴേ എനിക്ക് നമുക്കിത് വയ്ക്കാം. നമ്മൾ ചിക്കനും വറുത്ത് വാരി ഇവിടെ പപ്പയും അമ്മയും കോളിലിരിപ്പുണ്ട്.
നമ്മൾ അവസാനത്തെ ചടങ്ങിലോട്ട് എത്തിയിട്ടിരിക്കുന്നു. ദമ്മ് പൊട്ടിക്കാൻ എങ്ങനെയാണെന്ന് നമുക്ക് ഇപ്പം നോക്കാം. എന്നിട്ട് നമുക്കത് സെറ്റാക്കി എടുക്കും. നമ്മൾ ദമ്മ് പൊട്ടിക്കുവാണ്. നല്ല ബൗളിലോട്ട് മാറ്റും. അതെ, നമ്മളിത് കഴിക്കാൻ പോവാണ്. എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് കഴിച്ച് നോക്കിയിട്ട് പറയാം. മണമൊക്കെ കേട്ടിട്ട് നല്ല ടേസ്റ്റ് തോന്നുന്നുണ്ട്. മണം കേൾക്കുന്നോ? സോറി, മണം ഫീൽ ചെയ്തിട്ട്. എല്ലാം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രം നമ്മൾ സ്കിപ്പ് ചെയ്തോളൂ, മുളക് പൊടി. ഞങ്ങൾ കഴിക്കാത്തതുകൊണ്ടാണ്. നിങ്ങൾ വേണമെന്നുള്ളവർ മുളക് പൊടി ചേർക്കാം. അപ്പോൾ ഗൈസ് ഞങ്ങൾ കഴിക്കട്ടെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണമെങ്കിൽ, ഇത് വെറൈറ്റി റെസിപ്പിയൊന്നും അല്ല, നോർമലി എല്ലാവരും ട്രൈ ചെയ്യുന്ന കോമൺ റെസിപ്പി തന്നെയാണ്. ബിരിയാണി വയ്ക്കാം, ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്തിരുന്ന് കഴിക്കാം. നമ്മൾ ആ എൻജോയ്മെന്റ് അതിലാണ് കാര്യം. നമ്മൾ ഈ വയ്ക്കുമ്പോൾ ഉള്ള ഒരു ഗ്യാദറിങ്സ് മൊമെന്റ്സ് ഒക്കെ ഇല്ലേ, അത് നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും ബിരിയാണി ചെയ്യണേ. ടാറ്റാ.